ഹലോ ഗൈസ്, വെൽക്കം ടു വാക്ക് വിത്ത് വിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം നാളത്തെ ബ്രേക്കിന് ശേഷം എവിടെയാണോ എൻ്റെ ജേണി സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ദുബായിക്ക് പോകുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു, അതിനുശേഷം ജസ്റ്റ് റൂം ടൂറൊക്കെ ആയിരുന്നു. അതിനുശേഷം എവിടെയോ എൻ്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടെങ്കിലും യൂട്യൂബിൽ ഒന്നുകൂടെ ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ദുബായിൽ നിന്ന് തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലാണ്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് എയർപോർട്ട് എത്താറായി. അങ്ങനെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും നോക്കിയിട്ട് നടക്കുവാണ്. സേർക്കുട്ടിക്കാണെന്ന് വെച്ചാൽ നൈസായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ദുബായിൽ നിന്ന് പോരുമ്പോൾ കുഞ്ഞു വിഷമമല്ല, കുറച്ചധികം വിഷമമുണ്ടായിരുന്നു. 1 മന്ത് നിന്നിട്ട് പോകുന്നപ്പോൾ പോലും ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം കെട്ടിയവൻ സാധാരണ ജോലിക്ക് പോവും വരും, പിന്നെ ഒരു കുറച്ച് ടൈമാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇപ്രാവശ്യം ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്തോ അറിഞ്ഞുകൂടാ, ഇപ്രാവശ്യത്തിലധികം വിഷമമായിരുന്നു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് ഓടുകയാണെന്ന് വേണം പറയാൻ, കാരണം നല്ലോണം ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് ലേറ്റായത് നന്നായി, കാരണം ടൈം കിട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഷോക്ക് അടിച്ചു തുടങ്ങും, പോവാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി സ്പീഡായത് കാരണം കൊണ്ട് തന്നെ അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്പേസിലെത്തി. നല്ലപോലെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയാണ് പിന്നെ ഇത്തിരി ടൈം കിട്ടിയത് സംസാരിക്കാനൊക്കെ ആയിട്ട്. ശരിക്കുട്ടി പാസ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ ഏതാണ്ട് പടം വരയ്ക്കാൻ കിട്ടിയ ബുക്ക് കിട്ടിയ പോലെയായിരുന്നു. അത് പിടിച്ച് നോക്കൽ പിടിക്കൽ അങ്ങനെ നല്ല രസമായിരുന്നു. അത് ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടിക്കളിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. ഉണ്ണിമയ്ക്കാണെങ്കിൽ ഓൾറെഡി ഡിവോൻ ചേട്ടനായിട്ട് ഇത്തിരി അറ്റാച്ച്മെൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കത്തണ ഷൂ കിട്ടിയതിൻ്റെ ആഘോഷം കൂടിയായിരുന്നു ആ ഓട്ടം. കാരണം നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കറക്റ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വിഷാനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊന്നും കുഴപ്പമില്ല. ഷൂമ ലൈറ്റ് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആയിരുന്നു ആൾക്ക് ഫുള്ള്. അങ്ങനെ ഫൈനലി നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫ്രീ ആയി. ഇനി ഫ്ലൈറ്റിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. സേർക്കുട്ടിക്കൊരു ചോക്ലേറ്റ് കൊടുത്തു. കുറച്ച് വിശപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു, കാരണം നല്ല ഒടുക്കളിയായിരുന്നു. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആൾ വാശി പിടിക്കുമോ അങ്ങനത്തെയൊക്കെ ഡൗട്ടായിരുന്നു കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഫ്ലൈറ്റിൽ ഹാൻഡിൽ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് കേട്ടോ പകുതിയിലധികം. കാരണം കരയോ, വേറെ ഉണ്ണികളുണ്ടായിരിക്കുമോ, നെഗറ്റീവ് കാരണം കൊണ്ട് ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു കുഞ്ഞി ബേബിയുള്ള, ഇവളെക്കാളും കുറച്ചും കൂടി വലുതാണ്, ഒരു ചേച്ചീനെ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫുൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ദുബായിക്ക് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് വെച്ചാലും എമിറേറ്റ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ കയറാമെന്നുള്ളതൊരു എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ, അതുപോലെ തന്നെയായിരുന്നു എനിക്കും. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. ഉണ്ണികളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് കളിക്കാനുള്ള കുഞ്ഞ് ടോയ് പ്ലെയിനൊക്കെ കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് ശരിക്കും ഇങ്ങനെ പ്ലെയിൻ പോകുന്ന പോലെ പൊന്തി പോവും, അങ്ങനത്തെ ഇതായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പിള്ളേർ ഇരിക്കുന്ന അങ്ങനത്തെ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവൻ അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ എല്ലാ മാസവും എമിറേറ്റ്സിൽ വന്ന് പോകുന്നവരാണെന്ന് തോന്നുന്നത്. കാരണം ഫുൾ കലാപരിപാടികൾ അറിയാം. എനിക്കാണെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ ABCD അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡിവോഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതിനെക്കുറിച്ചൊക്കെയുള്ള മെക്കാനിസം അത്യാവശ്യം അറിയുമെന്ന് തോന്നുന്നു. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ ഓണാക്കും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക വീഗാലാൻഡിൽ പോയിട്ട് റൈഡിൽ കയറിയ അവസ്ഥയായിരുന്നു. ഞാനിതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് പഠിച്ച് വന്ന് ഓണാക്കി വരുമ്പോഴേക്കും സേർക്കുട്ടി എന്ത് ചെയ്യും, അത് ഓഫാക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിച്ച് ക്ലിക്ക് ചെയ്യും, അപ്പോൾ അത് പോവും. അതായിരുന്നു അവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മുടെ അടിപൊളി ചക്കനുണ്ടല്ലോ, അവൻ്റെ അടുത്ത് അതിലത്തെ ഓരോ ഫിലിംസൊക്കെ കണ്ടിരുന്നു. പിന്നെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് TV സ്വന്തമായിട്ടൊരെണ്ണം കയ്യിൽ കിട്ടിയ അവസ്ഥയായതുകൊണ്ട് തന്നെ അത് പിടിച്ച് വിളയ്ക്കുന്നു, ഒടിക്കുന്നു, അത് കയ്യിൽ പൊട്ടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ സിസ്റ്റം സെറ്റപ്പാക്കി ഇരിക്കുവാണ്. അപ്പോഴേക്കും സേർക്കുട്ടി അതുമ്പോൾ തൊട്ട് അങ്ങോട്ട് കുത്തി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ആൾക്ക് ഏതാണ്ട് കളിപ്പാട്ടം കിട്ടിയ അവസ്ഥയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതിൽ നോക്കിയിട്ടാണ് എത്താറായോ എന്ന് ഞാൻ നോക്കിയിരുന്നത്.
അപ്പോഴേക്കും ഇതേ ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഉണ്ണിയമ്മയ്ക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊന്ന് ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് സെറ്റിലാക്കാനുള്ള തിരക്കിലായി പോയി. പിന്നെ ബാക്കിയുള്ളത് ഞാനും കഴിച്ചു. ഞങ്ങളിനിപ്പോൾ സെറ്റായിട്ട് ഇരിക്കുവാണ്. ഇറങ്ങാറായി കഴിഞ്ഞാൽ വേഗം ഇറങ്ങാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഫോൺ വിളിക്കണു. ഈ റിമോട്ട് അവൾ ഫോണൊക്കെ ആക്കി ഫോൺ വിളിക്കണു, അപ്പനെ വിളിക്കണു, അപ്പാപ്പനെ വിളിക്കണു. അവിടെ പിന്നെ കുട്ടികളുടെ ഫുൾ ബഹളമായിരുന്നു. കൂട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ തോന്നിയില്ല, കാരണം ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഉള്ളിടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനത്തെ ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തി. എത്തുന്നതിൻ്റെ ഇടയിൽ വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബിസിനസ് ക്ലാസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പോകുന്നതിനിടയിൽ ശരിക്കും ഞാൻ ബിസിനസ് ക്ലാസ്സൊക്കെ കണ്ടു. എൻ്റെ അമ്മ കിളി പോയി. നെക്സ്റ്റ് ടൈം എന്തായാലും എമിറേറ്റ്സിൽ കയറുമ്പോൾ ബിസിനസ് ക്ലാസ്സിൽ കയറാമെന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.